വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾ. ഈ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നയാൾ ഒരു ബ്ലേഡ് മാഫിയ. ആ ബ്ലേഡ് മാഫിയ വന്ന് ഞങ്ങളാണ് സ്പോൺസേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ ഇവിടെ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? എന്തായാലും ഇപ്പൊ ഒരാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ബാംഗ്ലൂർ കൊണ്ടുവന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തോന്നുന്നത് പോലെ കൊണ്ടുപോകാനുള്ളതാണോ ഒരിക്കൽ സ്ഥാപിച്ചിട്ടുള്ള ഒരിക്കൽ സ്വർണം പൂശിയ ഇതിനെ സംബന്ധിച്ചുള്ള ഈ ദ്വാരപാലകരുടെ പ്രതിമയും പീഠവും? ജ്യോതികുമാർ ചാമക്കാല, ഇപ്പൊ മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നത് തന്ത്രി, മേൽശാന്തി, പിന്നെ ഈ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആളുകളാണ്. ഇത് ആരുടെയൊക്കെ താല്പര്യം എന്നുള്ളത് അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പോൾ ഇന്ന് ബോധ്യമാവുന്ന ഒരു കാര്യം, 2019 ദേവസ്വം ബോർഡിന്റെ ഉത്തരവനുസരിച്ച് അഴിച്ചുകൊണ്ടുപോയ വിജയ് മല്യ സംഭാവന ചെയ്ത പാളിയല്ല പിന്നീട് ചെന്നൈയിൽ അറ്റകുറ്റപ്പണി നടത്തി തിരികെ വന്നത് എന്നുള്ളതാണ്. 2019 തന്നെ ഒരു വാർത്താ റിപ്പോർട്ട് പറയുന്നു, ബാംഗ്ലൂരിലുള്ള മറ്റൊരു ബിസിനസ്മാൻ ഹൈദരാബാദിൽ നിന്ന് തയ്യാർ ചെയ്തിട്ടുള്ള ചെമ്പ് പാളികളിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് സ്വർണം പൂശി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് അതാണ് പിന്നീട് സന്നിധാനത്ത് കൊണ്ടുപോയി ഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ആദ്യത്തെ വിജയ് മല്യ സംഭാവന ചെയ്ത പാളി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ മുകളിലോട്ട് നോക്കാനേ വഴിയുള്ളൂ. അഭിലാഷ, ഇത് ഓരോ നിമിഷം കഴിയുന്തോറും ഓരോ ദിവസം കഴിയുന്തോറും ഈ വിഷയം കൂടുതൽ സങ്കീർണമായി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതിന് തൊട്ടു മുമ്പ് CPM-ന്റെ പ്രതിനിധി സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചതിൽ ഗൗരവമുള്ള ഒരു ആക്ഷേപം, ആരോപണം അല്ലെങ്കിൽ ഒരു ഗുരുതരമായ ഒരു വാചകം അദ്ദേഹം ഇതിനകത്ത് തിരികെ കയറ്റിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും ചുമതല തന്ത്രിക്കാണ്, ഞങ്ങൾക്ക് ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ ചോദ്യം, ഈ 2019 ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുള്ളത് ചെമ്പായിരുന്നു എന്ന് നിങ്ങളുടെ ഈ മഹസറിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സർക്കാർ ഇറക്കിയ ഉത്തരവിലുണ്ട്. ദേവസ്വം കമ്മീഷണർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടുപോയത് ചെമ്പാണെന്നാണ്. എന്നാൽ 1999 98 ആരംഭിച്ച് 99 സ്വർണം പൂശി കിട്ടിയ ഈ ഗജപാലകരുടെ പ്രതിമ അല്ലെങ്കിൽ സ്തൂപം രണ്ടു വശത്തും ഉണ്ടായിരുന്നതിൽ എന്തുകൊണ്ടാണ് ദ്വാരപാലകരുടെ സ്തൂപത്തിൽ ഇത്തരത്തിൽ സ്വർണം പൂശിയിരുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മാതൃഭൂമിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ളത്. മാതൃഭൂമിയുടെ പത്രത്തിൽ തന്നെ നേരത്തെ തന്നെ 99 തന്നെ ഇത്തരത്തിൽ സ്വർണം പൂശിയിരുന്നു എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ശ്രീ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയത് തന്നെ ഒരു സ്പോൺസർ വന്നു. ആ സ്പോൺസറുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർ വന്നതാണ്. ഈ സ്പോൺസറിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ ഇത്തരത്തിൽ ഈ ദ്വാരപാലകരുടെ പ്രതിമകൾ അല്ലെങ്കിൽ ആ ബിംബങ്ങൾ ആ ദ്വാരപാലകരുടെ ഇതുമായി ബന്ധപ്പെട്ട രണ്ടു വശവുമുള്ള പ്രതിമകൾ കൊടുത്തയക്കുകയാണോ? ശരി, കൊടുത്തയക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പൊ നോക്കൂ, ഇത് എപ്പോഴാണ് പിടിക്കപ്പെടുന്നത്? 99 ഇത്തരത്തിൽ അദ്ദേഹം സ്വയം എടുത്തുകൊണ്ട് പോകുന്നു, കൊണ്ടുപോയി ബാംഗ്ലൂർ കൊണ്ടുവന്നു പറയുന്നു, ഏതായാലും ചെന്നൈ കൊണ്ടുവന്നു പറഞ്ഞു, സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. അതിനു മുമ്പ് ഇത്തരത്തിൽ ഇത് ചെമ്പായിരുന്നു എന്ന് സ്ഥാപിച്ചെടുത്തിരിക്കുന്നു. അപ്പോ ഏറെ ദുരൂഹത നിറഞ്ഞ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയുടെ ഭാഗമായത്, ഇത്തരത്തിൽ വിശ്വാസത്തിന്റെ ഭാഗമായത്? അദ്ദേഹത്തെ വിശ്വസിച്ച് എങ്ങനെയാണ് സർക്കാർ ഉത്തരവിറക്കി ഈ ദ്വാരപാലകരുടെ ബിംബം കൊടുത്തയച്ചത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വേണ്ടേ? അതിനകത്ത് നിങ്ങൾ ദേവസ്വം ബോർഡിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ മാത്രമല്ലോ പറയുന്നത്, അനന്തഗോപൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു ആക്ഷേപം, ആരോപണം അത് നാൾക്ക് നാൾ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം സ്വർണം ചെമ്പ് തെളിഞ്ഞു വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയും ഇതിന്റെ പിന്നിലെ ഒരുപാട് നമുക്ക് വിശദീകരണം ആവശ്യമുള്ള, തെളിവുകൾ ആവശ്യമുള്ള, നമുക്ക് കൂടുതൽ അന്വേഷണം നടത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇത് ആരുടെങ്കിലും എടുക്കൊണ്ടുവന്നാണോ? അല്ല, ഇത് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നുണ്ടായതാണ്. എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെട്ടത്? ഹൈക്കോടതി ചുമതലപ്പെടുത്തിയുള്ള സ്പെഷ്യൽ കമ്മീഷണർ 99 സ്വാഭാവികമായിട്ടും വിജയ് മല്യ അവിടെ വന്ന് ഇത് സ്വർണം പൂശി കൊടുത്തു. അതിനുശേഷം 2019 ഇത് കൊണ്ടുപോകുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഈ പറഞ്ഞതുപോലെ വേണ്ടത്ര ആലോചനകൾ നടത്തുകയോ വേണ്ടത്ര കൂടിയാലോചന, ഇതിനകത്തൊരു വലിയ തട്ടിപ്പ് അതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ള നമുക്ക് ആർക്കും സംശയമില്ല. മാത്രമല്ല ഈ 39 ദിവസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതും കൊണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്തായാലും ഇപ്പൊ ഒരാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ബാംഗ്ലൂർ കൊണ്ടുവന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തോന്നുന്നത് പോലെ കൊണ്ടുപോകാനുള്ളതാണോ ഒരിക്കൽ സ്ഥാപിച്ചിട്ടുള്ള ഒരിക്കൽ സ്വർണം പൂശിയ ഇതിനെ സംബന്ധിച്ചുള്ള ഈ ദ്വാരപാലകരുടെ പ്രതിമയും പീഠവും? മാത്രമല്ല ഇത് കൊണ്ടുപോയതിനു ശേഷം തൂക്കം എടുക്കുമ്പോൾ 4 കിലോ 1740 ഗ്രാമിന്റെ കുറവും വന്നിരിക്കുന്നു. അത് സ്വർണ്ണമല്ലെന്ന് വിശ്വസിക്കാൻ തരമില്ല എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനം ഹൈക്കോടതി ജസ്റ്റിസ് KT ശങ്കറിനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നു.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഇവിടെ രണ്ടാമത്തെ തവണയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ രണ്ടാമത്തെ തവണ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ പറയുന്നത് ഇത് ഞങ്ങളുടെ എന്റെ കൈവശം തന്നുവിട്ടാൽ ഞാൻ പഴയതുപോലെ ഞാൻ തന്നെ കൊണ്ടുപോയി റെഡിയാക്കിക്കൊള്ളാം, ഞാൻ തന്നെ കൊണ്ടുപോയി അങ്ങനെ റെഡിയാക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം പറയുന്നു. ആരുടെയോ നല്ല സമയത്തിന് അങ്ങനെ കൊടുത്തുവിടാതിരിക്കുന്നു. തുടർന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ തന്നെ അറിയിക്കാതെയാണ് കൊണ്ടുപോയെന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈക്കോടതി അതിന്റെ വിശദീകരണങ്ങൾ ചോദിച്ചു വരുമ്പോഴാണ് ഇത്തരത്തിൽ പിൻകാലങ്ങളിൽ നടന്നിട്ടുള്ള, അതായത് 6 വർഷം മുമ്പുള്ള തട്ടിപ്പിനെ സംബന്ധിച്ച് പോലും സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ കൃത്യമായി ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഹൈക്കോടതി സംശയം ഉണ്ടായതിനെ തുടർന്ന് മാത്രമാണ് ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ഞാൻ അവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ ഭാഗ്യമായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഹൈക്കോടതി ഒരു സ്പെഷ്യൽ കമ്മീഷണറെ നിയോഗിച്ചത് തന്നെ. കാരണം അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും കണ്ടുപിടിക്കില്ലല്ലോ. അപ്പോ ആരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി? ഒരു സ്പോൺസർ എന്ന് കെറ്റി കുഞ്ഞുകണ്ണ് പറഞ്ഞു പോകാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? നിങ്ങൾ പുറത്തു തരുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം അവിടെ കീഴ്ശാന്തിയുടെയും ശാന്തിമാരുടെയും ഒക്കെ സിൽബന്തിയായി അവിടെ കൂടി പലർക്കും പാദസേവ ചെയ്ത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾ. ഈ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾ ഒരു ബ്ലേഡ് മാഫിയ. ആ ബ്ലേഡ് മാഫിയ വന്ന് ഞങ്ങളാണ് സ്പോൺസേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ ഇവിടെ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? അന്വേഷിച്ചോ? ഞാൻ ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് ഇത് തന്നയക്കും, ഞാൻ സ്വർണ്ണം പൂശി കൊടുത്തരാന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കാനുള്ളതാണോ ഇത്തരത്തിലുള്ള ദൈവികമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലെ ദ്വാരപാലകരെ സംബന്ധിച്ചുള്ള ബിംബങ്ങൾ? അപ്പോ വീഴ്ച തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. ഇത് ദേവസ്വം ബോർഡിൽ മാത്രം ദേവസ്വം ബോർഡിൽ മാത്രം അവസാനിക്കുന്നല്ല. എന്തുകൊണ്ടാ? ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാരിന്റെ പെർമിഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സർക്കാരിന് പെർമിഷൻ എഴുതുകയും സർക്കാർ പെർമിഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ വന്നിട്ട് നമ്മുടെ വാസവനെ പോലുള്ള മന്ത്രി വീഴ്ച ഇവിടെ എന്തൊക്കെ സംഭവിച്ചു നമുക്ക് അന്വേഷിക്കണം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തും വീഴ്ച ഉണ്ടെന്നേ. കാലാകാലങ്ങളായി ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രിമാർക്കും വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ദേവസ്വം വകുപ്പിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ദേവസ്വം വകുപ്പ് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തയച്ചിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയുമോ? കൊടുത്തയക്കുമ്പോൾ പോലും ഇത് ചെമ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തൂക്കി നോക്കിയിട്ടില്ല. അപ്പോ ഇത്തരത്തിൽ കിലോ കണക്കിന് സ്വർണത്തിന്റെ നഷ്ടം വന്നു എന്ന് കോടതി പോലും പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയിരിക്കുന്ന ഈ സംഭവത്തെ സംബന്ധിച്ച് പിന്നീടുള്ള ഗൂഢാലോചന കണ്ടെത്തിയേ മതിയാകൂ. ഇതിനകത്ത് ദേവസ്വം ബോർഡിനുള്ള പങ്ക് നിഷേധിക്കുക അസാധ്യമാണ്. ദേവസ്വം ബോർഡിന് മാത്രമല്ല ദേവസ്വം വകുപ്പിനുള്ള പങ്ക്. ഒറ്റയടിക്ക് ഒരു പത്രസമ്മേളനം നടത്തിയുണ്ട് ശ്രീ ബി എൻ വാസവൻ ഒരു പത്രസമ്മേളനം നടത്തിയാൽ മാത്രം അവസാനിക്കുന്നതല്ല വിഷയം. ശരി, ഒരുപാട് വിഷയങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ